അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എയർ ലെയറിങ് ചെയ്ത് അത്തിപ്പഴത്തിൻ്റെ തൈകളൊക്കെ ഉണ്ടാക്കുന്നത്. നിറയെ വേര് വന്നിട്ടുണ്ട്. ഇതില്ലേ, ഇതൊക്കെ വേരാണ്. ഇവിടെയും കണ്ടില്ലേ, നിറയെ വേര് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അത്തിപ്പഴത്തിൻ്റെ തൈകൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് കട്ട് ചെയ്യുന്നതിൻ്റെ 2 ദിവസം മുൻപ്, 2-3 ദിവസം മുമ്പ് ഇതിങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട് എന്ന് അറിയിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ വാട്ടങ്ങൾ വരും. അപ്പോൾ അതിനാണ് ഒരു ആഴ്ച മുമ്പേ ഒക്കെ ഇങ്ങനെ ഒന്ന് വെട്ടി കൊടുക്കുക. അതിൻ്റെ ശേഷം പിന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ തൈകളൊക്കെ വളരെ കുറവാണ്, എന്നാൽ ആവശ്യക്കാർ കൂടുതലുമാണ്. അപ്പോൾ ആദ്യം ചോദിച്ചവർക്കൊക്കെ കൊടുക്കാം. ഇവിടെയുണ്ട് 2 തൈ. അപ്പോൾ ഇതിന്നിപ്പോൾ കട്ട് ചെയ്തിട്ട് റെഡിയാക്കി എടുക്കണം. കുറേ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അപ്പോൾ ഏതെങ്കിലുമൊക്കെ ഓരോന്നായിട്ട് ഇങ്ങനെ വേര് പിടിച്ച് വരുന്നത് നമ്മളിങ്ങനെ വെട്ടിയെടുക്കണം. അപ്പോൾ ഒന്ന് നല്ലോണം വേര് പിടിച്ചിട്ടുണ്ട്, അപ്പോൾ അത് വെട്ടിയെടുക്കണം. അടിപൊളിയായിട്ട് വേര് പിടിച്ചിട്ടുണ്ട്. ചെടികൾ നടുമ്പോൾ എപ്പോഴും നമ്മൾ വൈകിട്ട് നടണം. അത് ചെടിക്ക് സുരക്ഷിതമാണ്. കാരണം വൈകിയ സമയത്ത് നട്ട് കഴിഞ്ഞാൽ അന്നത്തെ രാത്രി കൊണ്ട് തന്നെ അതിൻ്റെ ക്ഷീണങ്ങളൊക്കെ കുറേയൊക്കെ മാറിക്കിട്ടും. അപ്പോൾ അത്തിപ്പഴത്തിൻ്റെ തൈകൾ വളരെ കുറച്ചേ ഉള്ളൂ, പക്ഷേ എന്നാൽ ആവശ്യക്കാരേറെയാണ്. അപ്പോൾ ആദ്യം ചോദിച്ചവർക്കൊക്കെ ഇങ്ങനെ മുഷിപ്പില്ലാതെ നൽകിക്കൊണ്ടിരിക്കും.